ഹോക്കി ദേശീയ മത്സരത്തിലടക്കം കളിക്കുന്ന കുട്ടികൾ പരിശീലിക്കുന്ന ഗ്രൗണ്ടാണിത്. ഇവിടെ നിന്ന് വേണം ടർഫിലെ ബൂട്ടണിയാൻ. ടർഫിൽ കളിക്കുന്ന സ്പീഡും നമ്മൾ മഡിൽ കളിക്കുന്ന സ്പീഡും രണ്ടാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ കളിക്കാൻ പോകുമ്പോൾ ടർഫ് പ്ലെയേഴ്സും എപ്പോഴും അവിടെ കളിച്ച് വരുന്ന ഫുൾ നാഷണൽസ് എല്ലാ സ്റ്റേറ്റിലെ കുട്ടികളെല്ലാവരും ടർഫിൽ അവർക്ക് ഫുൾ ടർഫിൽ കളിച്ച് എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീം എപ്പോഴും അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ലോ ആയിട്ട് നിൽക്കുന്ന കേരള ടീം തന്നെ. കാരണം ടർഫില്ല, നല്ലൊരു ക്യാമ്പില്ല, കിറ്റില്ല, ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള സ്പോർട്സ് ഹോസ്റ്റലിലെ ഈ കുട്ടികൾക്ക് ഇപ്പോഴാവശ്യം സ്ഥിരമായ ഒരു കോച്ചിനെയാണ്. ഗ്രൗണ്ടിൽ കോച്ചുമാരെ ബുദ്ധിമുട്ട് നല്ല ഫേസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഒരു കോച്ചിന് മൂപ്പരൊരു 9 മാസം അല്ല 8 മാസം നിന്ന് പുള്ളി പോയി. ഒരാളെ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. സമയം എടുത്ത് പിന്നെ അവരെ സെറ്റായി ടീമൊന്ന് സെറ്റായി വരുമ്പോൾ കോച്ച് പോകും. കഴിഞ്ഞ വർഷം ജാനുവരിയിൽ കോച്ച് പോയിട്ട് ഈ വർഷം സെപ്റ്റംബർ ആയപ്പോഴാണ് ഈ വർഷം അടുത്ത കോച്ച് വന്നത്. പ്രതിദിനം 250 രൂപയാണ് ഭക്ഷണത്തിനായി ഒരു കുട്ടിക്ക് അനുവദിക്കുന്നത്. കുടിശ്ശിക ഒരുപാടുണ്ടെങ്കിലും ഒരു കായിക താരത്തിന് നൽകേണ്ട ഭക്ഷണത്തിന് ഈ തുക പോരാ. ഈ 250 രൂപ കൊണ്ട് ഞങ്ങൾക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഫുഡിൻ്റെ ഇതിനെല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൻ്റെയും കൂടെ ഒന്ന് കൂട്ടിയിട്ടും തരണം. പിന്നെ പൈസ തരണത് കറക്റ്റായിട്ടും കൂടെ ഒന്ന് തരാൻ ശ്രദ്ധിക്കണം. കോളേജ് മാനേജ്മെന്റും കായിക അധ്യാപകരുമാണ് ഇപ്പോഴത്തെ ആശ്രയം. നമ്മുടെ ഈ ട്രെയിനിങ് വെച്ചിട്ട് നമുക്ക് ഒരു ഒളിമ്പിക് മെഡലും ഇനിയുള്ള കാലത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത്രയും ലെവലിൽ സയൻറ്റിഫിക് ആയിട്ട് ട്രെയിനിങ് പ്രൊസീജിയേഴ്സ് അഡ്വാൻസ് ചെയ്തു, കോച്ചസ് ലെവലിൽ അഡ്വാൻസ് ചെയ്തു, ഇൻഫ്രാസ്ട്രക്ചറിൽ അഡ്വാൻസ് ചെയ്തു. നമുക്കൊരു മാറ്റം ഉണ്ടായില്ല. കേരളം വൺസ് ഒരു സ്പോർട്സ് ഫാക്ടറി ആയിരുന്നു, ഇന്നത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കൊല്ലത്തെ ഒരു സ്റ്റേഡിയത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു ഗ്രൗണ്ടും ഒരു ടർഫിന് വേണ്ടി പോകാൻ തുടങ്ങിയിട്ട് ഗവൺമെൻറ്റിൻ്റെ കാലിൽ അപേക്ഷിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഇങ്ങനെ പോയാൽ എന്താകും കായിക കേരളത്തിൻ്റെ അവസ്ഥ? ശാസ്ത്രീയമായ സ്പോർട്സ് ഡെവലപ്മെൻറ്റ്, ശാസ്ത്രീയമായ ട്രെയിനിങ് എല്ലാം തുടങ്ങി കഴിഞ്ഞു. ഇപ്പം നമ്മൾ പഴയ ഇതിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ വലിയ മാറ്റങ്ങൾ വരണം. മെസ്സി വരുന്നത് സന്തോഷം തന്നെയാണ്. മെസ്സി വന്നോട്ടെ, കളിച്ചോട്ടെ, ആൾക്കാർ കണ്ടോട്ടെ. പക്ഷേ ഈ മുടങ്ങി കിടക്കുന്ന ഒരുപാട് പദ്ധതികൾ തീർപ്പ് കൽപ്പിക്കണം. അല്ലെങ്കിൽ മുന്നോട്ടുള്ള കേരളത്തിൻ്റെ കായിക കുതിപ്പിന് അത് വലിയ തിരിച്ചടിയാവും. കിതയ്ക്കുന്ന കായിക മേഖലയ്ക്ക് മുന്നോട്ട് കുതിക്കാൻ കാര്യമായ ഇടപെടലുകൾ കൂടിയേ തീരൂ. സ്വന്തം നാടും വീടും വിട്ട് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായാണ് ഇവർ ഈ കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇവരെ താരങ്ങളാക്കേണ്ടത് നമ്മളുടെ കായിക സംവിധാനങ്ങളാണ്. അത് ഉറപ്പാക്കേണ്ടത് നമ്മുടെ സർക്കാർ. ക്യാമറമാൻമാരായ ബിനു പാവമ്പയ്ക്കും ബിനു തോമസിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.